വളരെ പെട്ടെന്ന് തന്നെ കനേഡിയൻ PR സ്വന്തമാക്കാൻ പറ്റിയിരുന്ന ഒരു നല്ല ഇമിഗ്രേഷൻ പ്രോഗ്രാം ആയിരുന്നു കനേഡിയൻ കെയർ ഗീവർ പൈലറ്റ് പ്രോഗ്രാം. പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ടുള്ള പല ആൾക്കാർക്കും വളരെ പെട്ടെന്ന് തന്നെ കാനഡയിൽ എത്തിച്ചേരാനും അവർക്ക് വർക്ക് പെർമിറ്റിൽ തുടർന്നുകൊണ്ട് PR വളരെ പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പ്രോഗ്രാം ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അതും കനേഡിയൻ സർക്കാർ നിർത്തലാക്കാൻ പോവുകയാണ്. 2025 മാർച്ചിൽ അവർ ഈ ഒരു പ്രോഗ്രാം അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2025-26 വർഷത്തിലെ ആ ഒരു കോട്ട ഏതാണ്ട് മണിക്കൂറുകൾ കൊണ്ട് തന്നെ അത് മൊത്തം ഫില്ലാകുകയാണ് ചെയ്തത്. ആ സമയത്ത് ആപ്ലിക്കേഷൻ കൊടുത്തതായിട്ടുള്ള സകല ആളുകളുടെയും പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഇമിഗ്രേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു പുതിയ അപ്ഡേറ്റ് എല്ലാവരെയും വളരെയധികം ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം കാനഡയിൽ മറ്റു പല വിസയിലും ഇവിടെ വന്ന് വർക്ക് പെർമിറ്റിലായി ജോലിയൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ PR വേണ്ടി LMIക്ക് നമ്മൾ കൊടുക്കും. അപ്പം അതിന്റെ പ്രോസസ്സിംഗ് ഫീ ഉൾപ്പെടെ, അതായത് എംപ്ലോയർമാർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ലക്ഷക്കണക്കിന് രൂപയുടേതായിട്ടുള്ള ചെലവുകളൊക്കെ നമുക്കുണ്ട്. അതിനകത്ത് റിസ്കുകളുണ്ട്. എന്നാൽ ഈ കെയർ ഗീവർ പൈലറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ കാനഡയിൽ താമസിക്കുന്ന ഫോറിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കും മറ്റു ആളുകൾക്കും ഒക്കെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ അതായത് ഉണ്ടായി അല്ലെങ്കിൽ കൊച്ചു കുട്ടികള് അവരെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് അവിടെ വീട്ടിൽ ആളുകളില്ല. അതുപോലെ തന്നെ ഡിസബിലിറ്റി ആയിട്ടുള്ള ആളുകളെ നോക്കാനായിട്ട്, അതുപോലെ പ്രായമുള്ള മാതാപിതാക്കളെ നോക്കാനായിട്ട്, ഇങ്ങനെയുള്ള ചില കാറ്റഗറിക്ക് വേണ്ടിയാണ് ഈ ഒരു പ്രോഗ്രാം അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മുടേതായിട്ടുള്ള കൾച്ചറിൽ നമ്മുടെ കുട്ടികളെ നോക്കണം, അവരെ പ്രൊട്ടക്ട് ചെയ്യണം, അങ്ങനെ ആഗ്രഹിക്കുന്ന പല രാജ്യത്തു നിന്നുള്ള ആളുകൾ കാണുമായിരിക്കാം. അവർക്ക് വിശ്വസ്തരായിട്ടുള്ള, അവർ താല്പര്യപ്പെടുന്നതായിട്ടുള്ള ആളുകളെ അവർക്ക് വേണമെങ്കിൽ ഹയർ ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ ഫാമിലിയിൽ ഏതെങ്കിലും നേഴ്സുമാരായിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് ഇപ്പം സ്റ്റുഡന്റ് വിസ വന്ന് നമുക്ക് ഇവിടെ വന്ന് പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ചെലവാകും. അതുപോലെ തന്നെ മറ്റു തരത്തിൽ അതായത് LMI ഒക്കെ എടുത്താണെന്നുണ്ടെങ്കിൽ ഹൂജ് എമൗണ്ട് ചെലവാകും. എന്നാൽ നമുക്ക് തന്നെ എംപ്ലോയർ ആയിക്കൊണ്ട് നമുക്ക് IRCC അവർക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്ത് അവരുടെ ഡോക്യുമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്ത്, നമ്മുടെ ഫാമിലിയിൽ കുഞ്ഞുങ്ങളുണ്ട്, ഞങ്ങൾക്ക് വിശ്വസ്തരായ ഒരാളെ ഞങ്ങൾ അവരെ ഹയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു, പ്രത്യേകിച്ച് ഞങ്ങളുടെ കൾച്ചറുമായി ബന്ധപ്പെട്ടുള്ള ഒരാളെയാണ് ഞങ്ങൾക്ക് ആവശ്യം എന്നൊക്കെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മാസാമാസം അവർക്ക് ശമ്പളം കൊടുക്കും എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കാണിച്ചുകൊണ്ട് അങ്ങനെ നമുക്ക് ആളുകളെ കൊണ്ടുവരാമായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന് അവർക്കും വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ PR കിട്ടുന്ന ആ ഒരു സംവിധാനം ധാരാളം ഇന്ത്യക്കാർ കഴിഞ്ഞ നാളുകളിൽ യൂസ് ചെയ്ത് പോരുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനൊരു സഡൻ ബ്രേക്ക് ഇട്ടിരിക്കുകയാണ്. കാരണം അവർ പറയുന്നത് ധാരാളം ആളുകൾ ഇവിടെ തന്നെ ഉണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ കെയർ ഗീവർ ഇതിലേക്ക് എന്ന് പറഞ്ഞ പഠിത്തമൊക്കെ ചെയ്തിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്. ഇനിയും അങ്ങനെ ഒരു പ്രോസസ്സിങ് മറ്റു ഫോറിൻ രാജ്യത്തിൽ നിന്ന് ആവശ്യമില്ല എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ കനേഡിയൻ സർക്കാർ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ഒരു വിസ പ്രോസസ്സിങ്ങിന് ആവശ്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ള പല വിസ കാറ്റഗറി അപേക്ഷിച്ച് IELTS ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വെറും 4 ബാൻഡ് മതിയായിരുന്നു. 4 ബാൻഡ് എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫ്രഞ്ച് ലാംഗ്വേജ് നമ്മൾ IELTS എടുത്താൽ മതിയായിരുന്നു. അതുപോലെ തന്നെയാണെങ്കിൽ ഇവിടുത്തെ കാനേഡിയൻ ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ ലെവൽ മതിയായിരുന്നു. അതിന് ഇക്വലന്റ് ആയിട്ട് നമ്മുടെ നാട്ടിൽ എന്താണോ ആ ഒരു എഡ്യൂക്കേഷൻ ലെവലും മതി. വലിയ ഒരു നൂലാമാലകളൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് വിസ കിട്ടി ഈ രാജ്യത്തേക്ക് കടന്നു വരാനും PR പെട്ടെന്ന് തന്നെ ലഭിക്കാനുള്ള ഒരു നല്ല പ്രൊസീജിയർ ആയിരുന്നു, നല്ലൊരു വിസ കാറ്റഗറി ആയിരുന്നു ഇപ്പോൾ കനേഡിയൻ സർക്കാർ നിർത്തലാക്കാൻ പോകുന്നത്. ഇതിന് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യക്കാരുള്ള ആളുകൾക്ക് വളരെ ഷോക്കാണ്, വളരെ നിരാശരാണ് നമ്മുടെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള പല ആൾക്കാരും എന്നതാണ് സത്യം. പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. I am Sunny Rexy Joy. Bye.